പറ പ്രതാപചന്ദ്ര, അന്ന് കഷ്ടിച്ച് ഒരു ലോറി മാത്രമുണ്ടായിരുന്ന തനിക്ക് മണലടിക്കാൻ എത്ര രൂപ കിട്ടുമെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അതിനു മുമ്പ് ഒരിക്കൽ പോലും അത്രയും വലിയൊരു തുക തന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അതിന്റെ 10% പോലും വന്നിട്ടില്ല. പിന്നെ ആ തുക വാമദേവൻ എന്തിനാ താങ്കൾക്ക് തന്നത്? അതൊരു കൊട്ടേഷൻ ആയിരുന്നില്ലേ? അതെ, കൊട്ടേഷൻ ആയിരുന്നു. ആരെ കൊല്ലാൻ തന്ന കൊട്ടേഷൻ? വിശ്വനാഥനെ തന്നെ. അയ്യോ, യവൻ കളവാ പറയുന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമാണ് യവൻ പറയുന്നത്. ഒറ്റ ലോറിയുമായിട്ട് അധികം പണിയൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സമയത്തായിരുന്നു അത്. അന്നാ ഇയാൾ വലിയൊരു തുക എനിക്ക് തരാമെന്ന് പറഞ്ഞ് എൻ്റെ അരികിലേക്ക് വന്നത്. ആദ്യം ഞാനത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇയാൾ നിർബന്ധിച്ചപ്പോൾ പൈസയോട്ടുള്ള ആർത്തി കൊണ്ട് ഞാൻ ആ അഡ്വാൻസ് വാങ്ങി. എന്നിട്ട് കൃത്യം നടത്തുകയും ചെയ്തു. സാഹചര്യ തെളിവുകൾ മുഴുവനും തനിക്കെതിരാണല്ലോ. പിന്നെ എന്തിന്റെ പേരില കോടതിയെ താൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വാമദേവ? മൈലോഡ്, ഞാൻ വക്കീലിന്റെ കുപ്പായം അണിയുന്നത് ഇത് 2ാമത്തെ തവണയാ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ കോടതിയിൽ വന്നിട്ടുള്ളൂ. ഈ കേസുമായി എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ ബന്ധപ്പെട്ടവരെ വിവരം ധരിപ്പിച്ചിട്ട് ഈ കേസ് ഏറ്റെടുത്തത്. അന്ന് വിശ്വനാഥൻ എന്ന സ്നേഹനിധിയായ അച്ഛനൊപ്പം ബുള്ളറ്റിന്റെ പിന്നിലിരുന്ന് സഞ്ചരിച്ച വിശ്വനാഥന്റെ മകനാണ് കണ്ണൻ വിശ്വനാഥൻ എന്ന ഞാൻ. എന്റെ അച്ഛന്റെ മരണശേഷം ഏറെ മാസങ്ങൾ ബോധരഹിതനായി ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്ത് ഇപ്പോഴെന്റെ കൂടെയുള്ള പ്രിയ സുഹൃത്ത് അനന്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് എന്റെ അച്ഛന്റെ ബോഡിക്കരികിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിതുമ്പിയത്, കരഞ്ഞത് ഈ നിൽക്കുന്ന വാമദേവനാണെന്ന്. യുവർ ഓണർ, ഇയാൾ ശരിക്കും ഇയാളുടെ പെങ്ങളെ എന്റെ 2ാനമ്മയാക്കിയത് എന്റെ അച്ഛന്റെ ബിസിനസ് കണ്ടിട്ട് തന്നെയാ. കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പിടിമുറുക്കാൻ വേണ്ടിയിട്ടാ ഇയാൾ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്ത. അച്ഛന്റെ മരണശേഷം ഇയാൾ തന്നെയാണ് കമ്പനി നോക്കി നടത്തിയിരുന്നത്. പിന്നീട് ഞാൻ മുതിർന്ന ശേഷവും കൺസ്ട്രക്ഷന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നത് ഇയാളെ തന്നെയാണ്. അച്ഛൻ ഇയാളെ സംശയിച്ച പോലെ തന്നെ ഞാനും പലവട്ടം ഇയാളുടെ കള്ളത്തരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്റെ 2ാനമ്മയുടെ ആങ്ങളെയാണല്ലോ എന്ന് കരുതി ഞാൻ പലപ്പോഴും കണ്ണടക്കിയായിരുന്നു. എന്നിട്ടും തീർന്നില്ല. പണത്തോടുള്ള ആർത്തി മൂത്ത് വാമദേവനും ഈ നിൽക്കുന്ന പ്രതാപനും പല തവണ എന്നെയും എന്റെ ഭാര്യയും വകവരുത്താൻ ശ്രമിച്ചു. പ്രതാപൻ അന്ന് കൊട്ടേഷൻ കൊടുത്തതുപോലെ തന്നെ ഇവർ 2 പേരും എന്റെയും എന്റെ ഭാര്യയുടെയും തലയ്ക്ക് വില പറഞ്ഞു. അവിടുന്നൊക്കെ ഭാഗ്യം കൊണ്ടാ ഞാനും ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ് നടക്കുന്ന എന്റെ ഭാര്യയെ രക്ഷപ്പെട്ടത്. അന്യന്റെ ചങ്കർത്തിട്ട് സമ്പാദിക്കുന്ന പണം എന്നും നിലനിൽക്കുമെന്ന് ചിന്തിക്കുന്ന ചില സാത്താൻ കൂടിയ മനുഷ്യരുണ്ട്. അവര് മരിക്കാൻ കിടക്കുമ്പോഴും തന്റെ സമ്പാദ്യത്തെ പറ്റിയായിരിക്കും അധികവും ചിന്തിക്കുന്നത്. ആ ഗണത്തിൽപ്പെട്ട അസുരന്മാരാ ഈ നിൽക്കുന്ന വാമദേവനും പ്രതാപനും.